നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ തന്നെ പ്രശസ്തമായ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിന് മുമ്പിലാണ്. ശ്രീ ദത്ത ആഞ്ജനേയ ക്ഷേത്രം. മറ്റു നാമങ്ങളും ഈ ഒരു ക്ഷേത്രത്തിനുണ്ട്. കാര്യസാധ്യ ആഞ്ജനേയ ക്ഷേത്രം, ദത്ത ഹനുമാൻ ക്ഷേത്രം എന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നമുക്ക് എങ്ങനെ ട്രെയിൻ മാർഗം വന്ന് ട്രെയിൻ മാർഗം തിരികെ പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള വിവരണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കൂടാതെ ക്ഷേത്രത്തിലെ ദർശന സമയങ്ങൾ, ദർശന രീതികൾ, താമസ സൗകര്യം, അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തരുന്നതാണെങ്കിൽ എനിക്കൊരു ലൈക്ക് എന്ന് സഹായിക്കണേ. ക്ഷേത്രത്തിലെ മറ്റു വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് ട്രെയിൻ മാർഗം ഇവിടേക്ക് എത്തിച്ചേരേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് ദേശം എന്ന ചെറിയ ഗ്രാമത്തിലാണ് കേട്ടോ. ട്രെയിൻ മാർഗം നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അത് ആലുവ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ ദത്ത ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് ദൂരം വരുന്നത് 4.7 കിലോമീറ്റർ മാത്രമാണ്. ഏകദേശം 15 മിനിറ്റോളം യാത്രയുണ്ട്. ഇപ്പൊ കേരളത്തിൽ നിന്ന് ദൂര സ്ഥലത്ത് നിന്ന് വരുന്നവർക്കൊക്കെ സുഖമായിട്ട് നമുക്ക് ട്രെയിനിൽ വന്ന് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് കേട്ടോ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ. അപ്പൊ ഞാൻ വന്നിരിക്കുന്ന ട്രെയിൻ നമ്പർ 666-10 എറണാകുളം ജംഗ്ഷൻ പാലക്കാട് ജംഗ്ഷൻ മെമൂലാണ്. ഈ ഒരു ട്രെയിൻ ചൊവ്വാഴ്ച സർവീസ് ഇല്ല, ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. ഉച്ചയ്ക്ക് 2:45 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ ഒരു 3:30 വൈകിട്ട് ആലുവയിലേക്ക് എത്തിച്ചേരും. ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമ്മൾ സ്റ്റേയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. നമ്മളപ്പോൾ എങ്ങനെ ഫ്രഷ് ആവും എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ AC വെയിറ്റിംഗ് ഹാൾ ഉണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ 1 മണിക്കൂറത്തേക്ക് 30 രൂപയാണ്. അവിടെയാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. കാണിച്ചു തരാം. നമ്മൾ വൈകുന്നേരം 3:30 ആയപ്പോൾ തന്നെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നത് AC വെയിറ്റിംഗ് ഹാളിന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. 1 മണിക്കൂറത്തേക്ക് 30 രൂപയാണ്. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് ടോയ്ലറ്റിലാണെങ്കിലും വാഷ്റൂം ആണെങ്കിലും എന്തുകൊണ്ടും സൗകര്യപ്രദം തന്നെയാണ് കേട്ടോ. നല്ലതുപോലെ റിലാക്സ് ചെയ്യാനുള്ള സമയമൊക്കെ നമുക്കുണ്ട്. നമ്മൾ ഇച്ചിരി നേരത്തെ അല്ലേ, ക്ഷേത്രം ഒന്നും തുറന്നൊന്നും കാണത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇനി പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോയി കഴിഞ്ഞിട്ട് അങ്കമാലിയിലേക്ക് പോകുന്ന ബസ്സിൽ കയറിയാൽ മതി. നമുക്ക് സുഖമായിട്ട് ഈ ഒരു ക്ഷേത്രത്തിന്റെ മുൻപിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കുന്നതാണ്. എവിടാന്ന് കറക്റ്റൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇതാണ് നമ്മുടെ ആലുവയിലെ AC വെയിറ്റിംഗ് ഹാള്. കണ്ടില്ലേ, നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. 1 മണിക്കൂറത്തേക്ക് 30 രൂപയുള്ളൂ. പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ്. ഇതേ പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ തന്നെയാണ് നമ്മുടെ ക്ലോക്ക് റൂം ഉള്ളത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയി സൂക്ഷിക്കാം. മണിക്കൂറിന് 15 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. 24 മണിക്കൂറിനുള്ള കാര്യമാണ് പറയുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ തന്നെയാണ് കേട്ടോ. AC വെയിറ്റിംഗ് ഹാളിന്റെ അടുത്തായിട്ട് തന്നെയാണ് നമുക്ക് ക്ലോക്ക് റൂമും ആലുവയിലുള്ളത്. അപ്പൊ സ്റ്റേ ഒന്നും ആഗ്രഹിക്കാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ചിലവ് ചുരുക്കി ഉപകാരപ്രദമാവും. ദേ കണ്ടില്ലേ, ഇതാണ് ബാഗ് സൂക്ഷിക്കുന്ന സ്ഥലം. നമ്മുടെ ക്ലോക്ക് റൂം 15 രൂപയാണ് കേട്ടോ. ദേ കണ്ട, പെർ പാക്കേജിന് 15 രൂപയാണ് 24 മണിക്കൂറത്തേക്ക്. കണ്ടില്ലേ. ഇനി നമുക്ക് ആലുവ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോവാം. ഇവിടുന്ന് അടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. വളരെ അടുത്താണ്. സ്റ്റാൻഡും വളരെ അടുത്താണ്. നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് നടന്ന് നേരെ സ്റ്റാൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്കമാലിയിൽ പോയി പോകുന്ന KSRTC ബസ് കിട്ടും. ഒരു 15 രൂപ മാത്രമേ ടിക്കറ്റ് ചാർജ് ആവത്തുള്ളൂ കേട്ടോ ഒരാൾക്ക്. നമ്മൾ ആലുവയിൽ നിന്നും അങ്കമാലിയിലേക്ക് പോകുന്ന ബസ്സാണല്ലോ കയറുന്നത്. അപ്പൊ ദേശം എന്ന് പറയുന്ന സ്ഥലത്ത് കുന്നുംപുറം സ്റ്റോപ്പിലാണ് നമ്മളെ കൊണ്ടുപോയി ഇറക്കുന്നത് കേട്ടോ. അങ്ങനെ നമുക്കിതേ വലിയ താമസമൊന്നും ഇല്ലാതെ ബസ് കിട്ടിയിട്ടുണ്ട്. ബസ് ചെന്ന് ഇറങ്ങിയിട്ട് നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ. പിന്നെ ഓട്ടോ പോവുകയാണെങ്കിൽ 30 രൂപയാവും കേട്ടോ. കാരണം കൊച്ചു വഴി കൂടെയാണ് നടന്നു പോകുന്നത് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. പക്ഷെ ക്ഷേത്രത്തിലേക്ക് ചെന്ന് എത്തിച്ചെല്ലുന്ന സമയത്ത് ക്ഷേത്രങ്ങളുടെ സൗകര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. പാർക്കിംഗ് ഫെസിലിറ്റീസ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. അതേ നമ്മളെ ബസ് കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ക്രോസ് ഫിറ്റ് ജിം എന്ന് എഴുതിയിരിക്കുന്നതിന്റെ നടുക്കായിട്ടൊരു ഇത് കണ്ടോ, അതിനകത്തോട്ടാണ് നമുക്ക് കയറി പോകേണ്ടത്. ഇതാ ഈ വഴി. ഇവിടെ തന്നെ ഈ അനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് കേട്ടോ. ഇതേ കണ്ടില്ലേ, നമ്മുടെ ക്ഷേത്ര ദർശന സമയം 7 മണി രാവിലെ 10:30, 5 മണി വൈകിട്ട് 7:30 വരെയാണ്. വേണ്ട ക്ഷേത്രത്തിലെ നമ്പറൊക്കെ ഉണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ളവരൊക്കെ ഇവിടെ നോട്ട് എഴുതി വെച്ചു. ഈ വഴിയാണ് നടന്നു പോകേണ്ടത് നമുക്ക്. നമ്മൾ ഈ വഴി നടന്നു വരുമ്പോൾ തന്നെ ഇവിടെ ഒരു അനന്തപുരി ക്ഷേത്രം എന്ന് ഞാൻ പറഞ്ഞില്ലേ, മഹാവിഷ്ണു ഭഗവാന്റെ, അവിടെ നമുക്ക് കയറാനായിട്ട് സാധിക്കും. എന്തായാലും ആദ്യം നമ്മൾ അങ്ങോട്ടേക്ക് കയറുന്നില്ല. വരുന്ന വഴിക്ക് നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓട്ടോയിലാണെങ്കിലും കാണാൻ സാധിക്കും കേട്ടോ. ഞാൻ പിന്നെ നടന്നു വരുമോ, നമുക്ക് സമയമുണ്ടല്ലോ. നമ്മൾ ഇച്ചിരി നേരത്തെയാണ്, വൈകുന്നേര ദർശനമാണെങ്കിലും നേരത്തെ ആണല്ലോ ട്രെയിൻ കയറി എത്തിയത്. ഇതാണ് അനന്തപുരി ക്ഷേത്രം കേട്ടോ. നമ്മൾ ആ ബസ് വന്ന് ഇറങ്ങുമ്പോൾ ഈ ക്ഷേത്രത്തിലെ ബോർഡും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് പോകേണ്ട ആഞ്ജനേയ ദത്ത ക്ഷേത്രത്തിലെ ബോർഡും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ക്ഷേത്ര ദർശനമൊക്കെ നമ്മൾ നടത്തും. പക്ഷേ ഇപ്പം ക്ഷേത്രം തുറന്നിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഗേറ്റ് മാത്രമേ തുറന്നിട്ടുള്ളൂ. നാലമ്പലം ഒന്നും തുറന്നിട്ടില്ല കേട്ടോ. ക്ഷേത്രത്തിലെ ഒരു നല്ലൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. നമുക്കത് ഈ വഴിയാണ് നടന്നു പോവേണ്ടത്. മരമൊക്കെ മുറിച്ചു വെച്ചിരിക്കുന്നു കേട്ടോ. എന്തിൻ്റെ ആണോന്നൊന്നും അറിയാൻ മേല. എന്തായാലും ഭഗവാന്റെ സന്നിധിയിലേക്ക് നമുക്ക് വരണം. ആഞ്ജനേയ ദത്ത ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഭഗവാന്റെ സന്നിധിയിലേക്ക് വരാം. നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ ആഞ്ജനേയ ദത്ത ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ക്ഷേത്രം കൂടാതെ മറ്റൊരു ക്ഷേത്രം കൂടെ നമുക്കിനി കാണാനായിട്ട് സാധിക്കും. ഞാനത് കാണിച്ചു തരാം. ദേ കണ്ടില്ലേ, നേരെയായിട്ട് അവിടെ ഒരു ദേവീ ക്ഷേത്രമാണ് കേട്ടോ. അത് നമ്മൾ നടന്നു വരുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ നടന്നു വരുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് എടുത്തു തരാൻ സാധിക്കുന്നത് ഇനി ഓട്ടോ മാർഗ്ഗമൊന്നും പോകാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്, നടന്നു പോകാനും വേണ്ടിയിട്ട്. കാരണം വലിയ ദൂരമൊന്നുമില്ല കേട്ടോ.
നമ്മളിപ്പോൾ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് വന്നാണെങ്കിൽ നടന്നു പോകേണ്ട കാര്യമുള്ളത് ഇങ്ങനൊരു വഴിയുണ്ട് ഇവിടെ, ഈ വഴി വേണം പോകാൻ നമുക്ക് നടന്ന്. ആ ദേവീക്ഷേത്രം എത്തുന്നതിന് തൊട്ട് മുമ്പ് വലത്ത് സൈഡിലോട്ടൊരു റോഡ്, ഞാനിപ്പോൾ ഈ കാണിച്ചിരുന്ന റോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് കേട്ടോ. ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ല. ബസ് വന്ന് ഇറങ്ങുക, അവിടുന്ന് സ്റ്റാൻഡിൽ തന്നെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് തന്നെ ഒരു 30 രൂപ കൊടുക്കുക, നേരെ ആഞ്ജനേയ ദത്ത ക്ഷേത്രത്തിലേക്ക് കൊണ്ടങ്ങിറക്കും. ഞാൻ പിന്നെ നടന്നു വരുന്നത് കൊണ്ട് നമ്മുടെ കാഴ്ചക്കാരെ അതൊക്കെ ഒന്ന് കാണിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഓപ്പോസിറ്റ് സൈഡിലാണ് ക്ഷേത്രം കേട്ടോ. അടിപൊളി സൗകര്യങ്ങളൊക്കെയുള്ള വ്യത്യസ്തമായ ഒരു ക്ഷേത്രമാണ്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ വെച്ച് ഇവിടുത്തെ പൂജാ രീതികളും അമ്പലത്തിന്റെ ഒരു ഭംഗിയും കാര്യങ്ങളെല്ലാം വ്യത്യസ്തമാണ്. ഇതേ കണ്ടല്ലേ, ശ്രീ ദത്ത ആഞ്ജനേയ സ്വാമി ക്ഷേത്രവും ഇവിടെ ആശ്രമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ഷേത്രത്തെ പറ്റി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞതുപോലെ എറണാകുളം ജില്ലയിൽ ആലുവയില് ദേശം എന്ന ഗ്രാമത്തിൽ പെരിയാർ പുഴയുടെ തീരത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ ഏതാണ്? നമ്മുടെ ആലുവ തന്നെയാണ്. പിന്നെ ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നും ഒരു 4 കിലോമീറ്റർ താഴെ മാത്രമേ ഇങ്ങോട്ട് ദൂരമുള്ളൂ കേട്ടോ. അപ്പൊ എറണാകുളത്തുള്ളവർക്ക് മെട്രോ പിടിച്ച് ആലുവ വന്ന് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ എറണാകുളത്ത് വേറൊരു ആവശ്യത്തിന് വന്നതുകൊണ്ടും എനിക്ക് ട്രെയിനിൽ തന്നെ വരേണ്ടതുകൊണ്ടും മാത്രമാണ് ഞാൻ ഇങ്ങനെ വന്നത്. അപ്പൊ ദൂരത്തുനിന്ന് വരുന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക. ഞാൻ വീഡിയോ പറഞ്ഞ കണക്ക് സ്റ്റേയും കാര്യങ്ങളൊന്നും ആവശ്യമില്ലെങ്കിൽ അങ്ങനെ ചെയ്യുക. AC വെയിറ്റിംഗ് ഹാളിലും ക്ലോക്ക് റൂമിലൊക്കെ ആയിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ആലുവയിൽ പുറത്ത് തന്നെ നിങ്ങൾക്ക് റൂംസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആഞ്ജനേയ ദത്ത ക്ഷേത്രം. ഇവിടുന്ന് അടുത്തായിട്ട് തന്നെ ഒരു പാതാള പഞ്ചമുഖ ആഞ്ജനേയ സ്വാമിയും ഉണ്ട്. അത് അടിപൊളിയാണ്. അതും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അകത്തെ കാഴ്ചകൾ നമുക്കതൊന്നും ഒരിക്കലും എടുക്കാനായിട്ട് സാധിക്കത്തില്ല. അത് അടിപൊളിയാണ് കേട്ടോ. മസ്റ്റാണ് ആ ഒരു പാതാള ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് പോവേണ്ടത്. മസ്റ്റ് വിസിറ്റ് കാര്യം തന്നെയാണ്. AC ആണ് കേട്ടോ ഫുള്ള്. നമ്മൾ പാതാളത്തിലേക്ക് ഇറങ്ങി ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. സൂപ്പറാണ്. അതൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഒളിപ്പിച്ച് ഷൂട്ട് ചെയ്താലും ശരിയല്ല, തെറ്റാണ്. അതുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല. എൻ്റെ ലക്ഷ്യം നിങ്ങളെ ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ ക്ഷേത്രത്തിലെ കുറച്ച് വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞറിയിച്ച് തരിക. ഇതൊക്കെ വഴിപാടും കാര്യങ്ങളൊക്കെയാണ്. ദർശന സമയം കാര്യങ്ങളൊക്കെ ഇതിലും ഉണ്ട്. ഇവിടുത്തെ ഫോൺ നമ്പറും ഇതിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ ഏത് സമയം നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഫുൾ അഡ്രസ്സ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ മുഴുവനായിട്ട് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടേ. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം വായിച്ചു നോക്കാം. അപ്പൊ 1998 മൈസൂരുള്ള ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമിയാണ് ഇത് നിർമ്മിച്ചത്. നാളികേരം കൊണ്ടുള്ള പൂജയാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന വഴിപാട്. നിങ്ങൾക്ക് എന്ത് ദോഷം ഉണ്ടെങ്കിലും അത് പരിഹരിക്കപ്പെടുമെന്നാണ് വിശ്വാസം. അപ്പൊ ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞ കണക്ക് പാതാള പഞ്ചമുഖ ആഞ്ജനേയ ക്ഷേത്രം ഇവിടെ ആയിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഇവിടുത്തെയും കുറെ അവിടെയാണ് കേട്ടോ ആ പാതാള പഞ്ചമുഖ ഹനുമാൻ ക്ഷേത്രം. നിങ്ങളിവിടെ രാവിലെ തന്നെ പോകുവാണെങ്കിൽ പ്രസാദമൊക്കെ ആയിട്ട് ഇവിടെ അന്നദാനം കിട്ടും കേട്ടോ, കഞ്ഞിയും പയറും ഒക്കെ ആയിട്ട്. പിന്നെ ഞാൻ ഇവിടെ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞാണെങ്കിൽ ഇവിടുത്തെ പാർക്കിംഗ് സെറ്റപ്പ് ഒക്കെ അടിപൊളിയാണ്. ഏകദേശം ഒരു 40 വാഹനങ്ങളൊക്കെ തന്നെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടും സുഖപ്രദമാണ്. അപ്പൊ ഇവിടെ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ക്ഷേത്ര ദർശനത്തിനായിട്ട് വരാനായി ശ്രമിക്കുക കേട്ടോ. അടിപൊളിയാണ്. ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായി മറ്റൊരു ആഞ്ജനേയ പ്രതിമ കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ജയപതാക വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്നാണ് വിശ്വാസം. ശ്രീ ദത്ത ആഞ്ജനേയ ക്ഷേത്രം, ദത്ത ഹനുമാൻ ക്ഷേത്രം, കാര്യസാധ്യ ആഞ്ജനേയ ക്ഷേത്രം. ഇവിടുത്തെ ദർശനം അടിപൊളിയാണ് കേട്ടോ. തീർച്ചയായും ദർശനത്തിനായി വന്നിരിക്കേണ്ട ഒരു മഹാ അത്ഭുത ക്ഷേത്രം തന്നെയാണ് നമ്മുടെ കേരളത്തിലെ. ഇവിടെ തന്നെ അന്നദാന മണ്ഡപവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു രാവിലെ ആയിരുന്നെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് സാധിച്ചേനെ. നമ്മളിപ്പോൾ വൈകുന്നേരം ആണല്ലോ ഇവിടെ വന്നത്. അങ്ങനെ നമ്മുടെ ദർശന രീതികളും ദർശന സമയവും എല്ലാം കഴിഞ്ഞു. അകത്ത് പ്രത്യേകിച്ച് ഡ്രസ് കോഡോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നല്ലതാണ്, അടിപൊളിയാണ്. തീർച്ചയായും വരേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ. ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ചിലവ് ചുരുക്കിക്കൊണ്ടും നമുക്ക് എങ്ങനെയും നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് അറിയിക്കണം. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. നമുക്കിനിയിപ്പോൾ തിരിച്ചു പോകണം. നമ്മളങ്ങനെ ആഞ്ജനേയ ദത്തസ്വാമി ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് വീഡിയോയുടെ ആദ്യമേ കാണിച്ച അനന്തപുരി ഭഗവാന്റെ സന്നിധിയില്ലേ അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടുത്തെ ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ബസ് പിടിച്ച് നേരെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണ്. തിരിച്ച് നാട്ടിൽ പോകുന്നവർക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാം. നമുക്ക് ട്രെയിൻ എപ്പോഴും ആലുവയിൽ നിന്ന് ഏത് ഭാഗത്തേക്കാണെങ്കിലും ട്രെയിൻ ഉണ്ട്. പക്ഷെ നമ്മൾ തിരിച്ച് കൊല്ലത്തോട്ട് പോകുന്നില്ല. എൻ്റെ സ്ഥലം കൊല്ലമാണല്ലോ. ഞാൻ പക്ഷേ കൊല്ലത്ത് നിന്ന് എറണാകുളം വന്ന് എറണാകുളത്ത് നിന്ന് നേരെ ഇങ്ങനെ വന്നാണ് പോയത്. അതൊക്കെ വേറൊരു പ്ലാൻ. പിന്നെ ഇനി ഞാനിപ്പോൾ തിരിച്ച് ആലുവയിൽ നിന്ന് വീട്ടിലോട്ടല്ല കേട്ടോ പോകുന്നത്. അടുത്ത വീഡിയോ വരാൻ പോകുന്നത് ഗുരുവായൂർ ദർശനമാണ്. ആലുവയിൽ നിന്ന് നമുക്ക് വൈകിട്ട് ഒരു 8:30 പാസഞ്ചർ ട്രെയിൻ വരും എറണാകുളത്ത് നിന്ന് ആരംഭിക്കുന്ന ഗുരുവായൂർ പോകുന്ന എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ. ആ ട്രെയിൻ പിടിച്ച് രാത്രി ഗുരുവായൂരിലേക്ക് പോകാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് ട്രെയിൻ മാർഗം എങ്ങനെ പോവാം, എങ്ങനെ ചിലവ് ചുരുക്കിക്കൊണ്ട് നമുക്ക് ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്താം, ദർശനം എങ്ങനെയാണ് എളുപ്പത്തിൽ എന്നുള്ളതിനെയൊക്കെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് വിവരണമാണ് നമ്മുടെ ഇനി വരാൻ പോകുന്ന വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്കാണ് നമ്മുടെ വീഡിയോ.
അപ്പൊ ഇനിയിപ്പോ എന്തായാലും ബസ് കയറി നേരെ ആലുവ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് നമ്മള്. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. ഉറപ്പായി ഞാൻ റിപ്ലൈ തരും. ക്ഷേത്ര നമ്പർ ഞാൻ എന്തായാലും കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കാം കേട്ടോ.